വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ പാടില്ല എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് സുതാര്യമായിരിക്കണം. ഇപ്പോഴുള്ള പരിഷ്കരണത്തിൽ പറയുന്ന കാര്യം 2002 അടിസ്ഥാന വർഷമായിട്ട് എടുക്കുക. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. 2002 ശേഷം ഉള്ള ജനിച്ചവർ അവരുടെ രക്ഷിതാക്കളുടെ ബന്ധം അവരേത് വിഭാഗത്തിൽ പെടുന്നു എന്ന നിലപാട് വ്യക്തമാക്കുന്ന ഫോറങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ അതൊരു വോട്ടറുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണ്. കേരളത്തിൽ ഇന്നിപ്പോ ലഭ്യമായ വോട്ടർ പട്ടികയുണ്ട്. 2002 അടിസ്ഥാന വർഷമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും കേരളത്തിന് യോജിക്കാൻ കഴിയുന്നതല്ല. അതാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം. അപ്പോ ഇത് യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ചില വർഗീയ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇതിന്റെ പിറകിലുള്ളത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതൊഴിവാക്കി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന് നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിർപ്പില്ല. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത്, വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് സുതാര്യമായിരിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. 2024 എന്ന് പറയുന്നത് കേരളത്തിലെ അവസാനത്തെ പട്ടികയാണ്. കേരളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എല്ലാ പരിശോധനയും നടത്തുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സജീവമായി ഈ വോട്ടർ പട്ടിക പുതുക്കുന്നതിൽ ഇടപെടാറുണ്ട്. അപ്പൊ അതിൽ അനർഹരായവർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള സംവിധാനം ഇവിടെ തന്നെ ഉണ്ട്, നിലവിലുള്ള നിയമപ്രകാരം ഒഴിവാക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്നത് ശരിയല്ല. ഇതിൽ കേരളത്തിന്റെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം ബീഹാർ തന്നെയാണ്. ആ ബീഹാറിൽ ഈ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. വേറെ താല്പര്യങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പൗരത്വ നിയമ ഭേദഗതിക്ക് ഇന്ത്യ ആകെ അതിനോട് യോജിക്കുന്നില്ലല്ലോ. ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജനിച്ച ഏത് സമുദായം ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക അല്ലെങ്കിൽ വോട്ടവകാശം നിശ്ചയിക്കുക, പൗരത്വം നിർണയിക്കുക എന്ന നിലപാട് ശരിയല്ലല്ലോ. ഇവിടെ ജനിച്ചു വളർന്നവരാണെങ്കിൽ അവർക്കിവിടെ പൗരത്വം കൊടുക്കണമല്ലോ. അത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ നിയമം പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു വളഞ്ഞ വഴിയാണിത്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ന്യായമായ രീതിയിലാണെങ്കിൽ ഒരു എതിർപ്പില്ല. അപ്പം വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാലോ. ഇപ്പം യഥാർത്ഥത്തിൽ കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ ഇത് ചെയ്യാൻ പാടില്ലല്ലോ. അത് മാറ്റിവെക്കണം എന്നുള്ളതല്ലേ നിലപാട്. ആ മാറ്റിവെക്കുന്ന നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴുള്ള നിലപാട്. ഇലക്ഷൻ കമ്മീഷന്റെ അക്കാര്യത്തിലുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ അക്കാര്യത്തിലുള്ള നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പാണ്. അപ്പൊ അതാണ് ഈ പ്രശ്നത്തിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. ആ രേഖകൾ വരുമ്പോൾ ഇതിന്റെ പുതുക്കുന്ന സമയത്തല്ലേ, അത് ആ സമയത്ത് വരട്ടെ, അന്നേരം നമുക്ക് ആലോചിക്കാം. അതിനകത്ത് എല്ലാ 12ഉം ഹാജരാക്കുന്നുള്ളതല്ലേ, അതിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കുന്നുള്ളതാണല്ലോ. വോട്ടറാണ് എന്നുള്ള അവകാശം തെളിയിക്കുന്നതിന് ഇതിലുള്ള ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കണം എന്നുള്ളതാണല്ലോ പറയുന്നത്. അതിൽ 12 രേഖകൾ ചൂണ്ടിക്കാണിച്ചെന്നുള്ളത് ശരിയാണ്. അപ്പോ അത് തുടർന്നുള്ള നിലപാടെന്താണെന്നുള്ളത് നോക്കട്ടെ. ഇലക്ഷന്റെ കമ്മീഷന്റെ തുടർന്നുള്ള നിലപാടെന്ത്? ഇപ്പോ ഈ ഉയർത്തിയിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമോ? ഇപ്പൊ നിയമസഭ തന്നെ പ്രമേയം പാസാക്കി കഴിഞ്ഞു. ആ നിലപാട് ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും സ്വീകരിക്കുകയാണെങ്കിൽ തുടർന്ന് അവർ സ്വീകരിക്കുന്ന നിലപാടെന്താണെന്ന് നോക്കി നമുക്ക് വ്യക്തത വരുത്താൻ കഴിയും. ഞങ്ങളുടെ നിലപാടും അത് സംബന്ധിച്ച് ആ ഘട്ടത്തിൽ വ്യക്തത വരുത്തി തന്നെ ഞങ്ങൾ നിലപാട് പറയും. ഇപ്പോ ചേർന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സമീപനമാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. റേഷൻ കാർഡ് ഇതിൽ അടിസ്ഥാന രേഖയായിട്ട് എടുക്കുന്നില്ലല്ലോ. റേഷൻ കാർഡ് എടുക്കണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റേഷൻ കാർഡ് രേഖയായിട്ട് അംഗീകരിക്കണം എന്നുള്ളതുണ്ട്. ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ
പറഞ്ഞിട്ടുള്ള രേഖകളിൽ കാർഡ് പെടുന്നില്ല, റേഷൻ കാർഡ് പെടുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർ ഇവിടുത്തെ പൗരരാണെന്ന് തെളിയിക്കുന്ന പലതിനും അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് റേഷൻ കാർഡാണ്. ആ റേഷൻ കാർഡ് ഈ കാര്യത്തിൽ അവര് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനകത്തുള്ള ഗൂഢോദ്ദേശം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ബീഹാറിന്റെ അനുഭവം വെച്ചുകൊണ്ട് അതാണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ നിലപാടിൽ നിന്ന് മാറണം. ഇതിൽ ജനങ്ങളുടെ ആകെ അഭിപ്രായം ഈ കാര്യത്തിൽ ഏകീകരിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണമല്ലേ, ഇതിനെല്ലാം ഇതിന്റേതായിട്ടുള്ള എഫക്ട് ഉണ്ട്. അത് വെച്ചിട്ട് ഒരു പ്രശ്നത്തിൽ ഏകീകരിച്ചത്. ഇപ്പൊ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും വളരെ അകന്നു നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളല്ലേ. ഒരു പൊതുവായ പ്രശ്നങ്ങളിൽ യോജിപ്പുണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് അത്രയും ആശ്വാസകരമല്ലേ. അത്തരം യോജിപ്പ് വളരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിൽ ഭരണപക്ഷം കൂടി അതിനനുസൃതമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും യോജിപ്പുണ്ടാക്കാൻ കഴിയും. അതിന് യഥാർത്ഥത്തിൽ അതിന് തടസ്സമായ നിലപാട് കേരളത്തിലെ UDF ആണ് സ്വീകരിക്കുന്നത്. ഇവിടെ ജൂലൈ 9 പൊതുപണിമുടക്കുണ്ടായി. ആ പൊതുപണിമുടക്കിൽ യോജിച്ച പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ UDFുമായി ബന്ധപ്പെടുന്ന ട്രേഡ് യൂണിയൻ സംഘടനകൾ ആ യോജിച്ച പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നവർ തീരുമാനിച്ചില്ലേ. അങ്ങനെ INTUCയും STUയും ഈ യോജിച്ച വേദിയിൽ നിന്ന് വിട്ടല്ലോ. അത് തൊഴിലാളികളെ ഒരു നയത്തിന്റെ ഭാഗമായി തൊഴിലാളികളെ യോജിപ്പിച്ച് അണിനിരത്തുന്നതിന് പകരം തൊഴിലാളികളെ ഭിന്നിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാടല്ലേ അവർ സ്വീകരിച്ചത്. അപ്പൊ അവരുടെ നിലപാടുകളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഏത് പ്രശ്നങ്ങളിലും കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി യോജിപ്പുണ്ടാക്കാൻ കഴിയും. ആ യോജിപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാണ്. അവരാണ് അതിന് സഹായകരമായ നിലപാടെടുക്കേണ്ടത്. അവർ കഴിഞ്ഞ ഈ സമരത്തിന്റെ ഘട്ടം വരെ അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പം ഡൽഹിയിൽ ഗവൺമെന്റ് കേന്ദ്ര നയത്തിനെതിരെ സമരം നടന്നു, അവർ സഹകരിച്ചില്ല. LDFുമായി സഹകരിക്കുന്ന ഒരു സമരത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്നാണ് അവർ തീരുമാനിച്ചത്. ഇത് അവരെ സഹകരിക്കാൻ തയ്യാറായത് അത്രയും സ്വാഗതാർഹമായ നടപടി. അതാണ് അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമയം. ആ രാഷ്ട്രീയ സമീപനത്തിൽ അവർ മാറിയാൽ കേരളത്തിന്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ യോജിച്ചു മുമ്പോട്ട് പോകാൻ കഴിയും. അതാണ് ഞങ്ങളുടെ സമീപനം.